വ്യൂവേഴ്സ്, വീണ്ടും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കത്തിക്കെടുത്തിട്ടാട്ടോ പരിപാടി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിന്നൊരു മീൻ പൊള്ളിക്കാൻ പോവാണ്. മീനിൻ്റെ പേരുന്നാളൊന്നും എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വായൻ്റെ ഇല പറിക്കാനായിട്ട് വന്നതാണ്. നമ്മൾ ഇവിടെ കണ്ടു വന്നിട്ടുള്ള നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങാറില്ലെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. വീടിൻ്റെ പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞാൽ അങ്ങാടിക്കൊക്കെ ഇറങ്ങും, അല്ലാണ്ട് വെറുതെ ഒന്നും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങൂല. അപ്പോൾ നമ്മളെ തക്കുടു ഇലയും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഡ്രസ്സ് ഇടാത്തതുകൊണ്ടാണ് ഞാൻ അവനെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊരു 3 ഫിഷാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ മീനിൻ്റെ പേരും നാളും ഒന്നും എനിക്കറിയില്ല. അമ്മായി വന്നപ്പോൾ കൊടുന്നതാണ് കേട്ടോ. ഓളെ ആരോ റിലേറ്റീവ് കൊടുന്നെടുത്തതാണ്. ഓക്ക് നന്നാക്കാൻ മടിയായതുകൊണ്ട് കൊടുന്നതാണ്. സംഭവം കുറച്ച് റിസ്ക്കിയാണ് നന്നാക്കാൻ. പക്ഷേ സൈസ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ദുരാഗ്രഹം, നമുക്കത് പൊള്ളിക്കാമല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത മുറിച്ചുള്ളൊരു കത്തി എന്തായാലും നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ വേണം. അപ്പം അങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കട്ടിങ് ബോർഡ് വെച്ചാണ് കേട്ടോ ഇങ്ങനത്തെ വലിയ വലിയ ഫിഷസൊക്കെ കട്ട് ചെയ്യൽ. ഭയങ്കര പ്രോമാക്സ് കട്ടർ സ്കില്ലുള്ള ആളൊന്നുമല്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യും. കുഴപ്പമില്ലാത്തൊരു പരുവത്തിൽ മീൻ കിട്ടും, അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ അതിൻ്റെ വാലാണ്ട് വെട്ടിക്കളഞ്ഞിട്ട് സൈഡ് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അവിടെയൊക്കെ നല്ല മുള്ളാണ്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചെതമ്പൽ കളയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇതിന് ചെളുക്കാന്നാണ് പറയുക. അത് നന്നായിട്ട് കളഞ്ഞെടുക്കുമ്പോൾ നമ്മളെ മീനാളി പകുതി വലിപ്പമാകും കേട്ടോ. ഇത്രയേ ഉള്ളൂ ആ മീൻ. അപ്പോൾ പൊള്ളിക്കാൻ ഒരു ദുരാഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തല കളയാണ്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ തല കളഞ്ഞാൽ ആ ഒരു സൈസ് കിട്ടൂലല്ലോ. വരയുള്ളതൊക്കെ വര ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഞാൻ അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം സാധാരണമായിട്ട് പൊരിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാം, പൊള്ളിച്ചിട്ട് ഞങ്ങൾ മാത്രം കഴിക്കാന്നുള്ള രീതിക്ക്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വിശക്കണുണ്ട് എന്ന് പറഞ്ഞു പൊള്ളിച്ച് കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും പൊള്ളിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ 2-3 ആൾക്കാരുണ്ട് സപ്പോർട്ടിന്. അതുകൊണ്ട് ഞാൻ 2 മീൻ പൊള്ളിക്കാന്നുള്ള തീരുമാനത്തിൽ നിന്നും 2 മീൻ പൊരിച്ചിട്ട് ബാക്കി പൊള്ളിക്കാന്നാക്കിട്ടോ. നമ്മൾ സാധാ ഒരു മീനിന് എങ്ങനെയാണോ മസാല തേക്കണം അതേപോലെ തന്നെയാണ് നമ്മൾ തേക്കണേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം ഉണ്ട് പറഞ്ഞുതരാം. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. എരിവില്ലാത്ത അത്യാവശ്യം കളറുള്ള മുളകാണെങ്കിൽ നിങ്ങൾ ഈ കാശ്മീരി ചില്ലിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നോർമൽ മുളക് പൊടി തന്നെ ഇട്ടാൽ മതി. ഇതിനക്ക് കളറും വേണം, എരിവ് കൂടുതലാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് ആരോ ആയതുകൊണ്ട് ഉള്ള ടോപ്പും അല്ലാതെ പാത്രം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടി അതും കുറച്ചിട്ടിട്ടുള്ളൂ, നാടൻ മഞ്ഞളായതുകൊണ്ട് തന്നെ. അതിന് ശേഷം നമ്മൾ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ പാത്രം കാണാത്തതിൻ്റെ തെറ്റല്ല എന്നുള്ളൊരു ഞാൻ ബോധിപ്പിച്ചു. ശേഷം ആവശ്യത്തിന് ഉപ്പും വിനിഗർ കൂടി ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യാണ് കേട്ടോ. കുറച്ചധികം വിനിഗർ ആയിക്കോട്ടെ, പുളിയൊക്കെ നല്ലതല്ലേ, അത് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചധികം വിനിഗർ കൂടി ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ മച്ചാൻ അതിലേക്ക് കടത്തിയിട്ടുണ്ട് കേട്ടോ. സൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. എത്ര കിലോനാണെന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. അത്യാവശ്യം കനവും അതേപോലെ തന്നെ ഒരു മീറ്റൊക്കെ ഉള്ള ടൈപ്പ് ഒരു മീനാണ് കേട്ടോ. അപ്പം നമ്മൾ മൂപ്പര ഉള്ളിലും ബാക്കിലും എല്ലായിടത്തും തേച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം. അത് തേച്ചിട്ട് ബാക്കിയുള്ളത് മിക്സ് ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ട്, പക്ഷേ റെസ്റ്റ് ചെയ്യാൻ ഇവിടെ ടൈമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉച്ചക്കാണ് ഈ മീൻ പരിപാടികളൊക്കെ. അപ്പം ഞാൻ തേക്കുന്നത് വരെ മൂപ്പരും പൊള്ളിക്കാന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് ഞാൻ ഒന്ന് മാത്രമേ പൊള്ളിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പീസുകൾ സൈഡിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തേച്ച് വെച്ച പീസ് പൊരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ബാക്കിലൊരു കഥ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മസാല പിടിക്കാനുള്ള മീൻ അപ്പോഴേക്കും മസാല പിടിച്ചോളെന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു മീൻ പൊള്ളിക്കുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം വെളിച്ചെണ്ണ ഉണ്ടോ വീട്ടിൽ എന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ വാഴേൻ്റെ ഇല എനിക്ക് പോകില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായിരിക്കും വാഴേൻ്റെ ഇല ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു നല്ല മീനും വേണം. അപ്പം നമ്മൾ ഈ പൊരിച്ച് കോരാളൊക്കെ വേഗം പൊരിച്ച് കോരിയിട്ട് ചോറ് കഴിക്കാൻ വിശന്ന് വലഞ്ഞിരിക്കണ പോലെയൊക്കെ ഒഴിച്ച് വിട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് തന്നെ കുറച്ച് കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ മൂപ്പരയിൽ കിടത്തി ഉറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് വലിയ സൈസിലുള്ള പാത്രത്തിൽ വേണം നമ്മൾ മീൻ പൊരിച്ചെടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ഈ മീനെ കൊള്ളണ്ടേ, പിന്നെ നമുക്ക് മറിച്ചിടാനും തിരിച്ചിടാനും കുറച്ച് റിസ്കേ. കാരണം ഞാൻ കുറച്ച് സാഹസികമായി സ്പൂൺ കൊണ്ടൊക്കെ മടിച്ചിട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനത്തിൻ്റെ സപ്പോർട്ടോടെ 2 കൈലിൻ്റെ ഒക്കെ സപ്പോർട്ടോടെ മറിച്ചിടുന്നേക്കാളും നല്ലത്. ഇത് പിന്നെ ഒരു ഫ്രഷ് മീനുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് മൂപ്പരോടെയാണ്ട് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ആ
അപ്പോൾ മീൻ പൊരിച്ച എണ്ണ ബാക്കി കളയണ്ട, ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ട് നമുക്ക് മസാല റെഡിയാക്കേണ്ടത്. നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഉലുവ മസ്റ്റ് ആവുന്നല്ല, എനിക്ക് ഉലുവൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടെടുത്തതാണ്. അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇല്ലെങ്കിൽ നിങ്ങൾ ക്രഷ് ചെയ്തിട്ടോ കൊത്തി അരിഞ്ഞിട്ട് ഇട്ടെടുത്തോളി. പച്ചമുളക് കൂട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ എണ്ണയിൽ കിടന്ന് എടുത്ത ശേഷം ഒരു മീനിന് വേണ്ടിയിട്ടുള്ള സവാള, ഞാനൊരു 4 വലിയ സവാള കട്ട് ചെയ്തിട്ടാണ് ഇട്ടെടുക്കുന്നത്. പലപ്പോഴായിട്ട് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട കാര്യമാക്കണ്ട, കറിവേപ്പില കൂടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റൽ പ്രോസസ്സ് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ കുറേ നേരമൊന്നും ഇനി കുക്ക് ചെയ്യൂല. അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്ന ശേഷം ഒരു തക്കാളി വലുതാണെങ്കിൽ, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 എടുത്തോളി കേട്ടോ. അത് കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ടൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മസാല കുറച്ച് ഗ്രേവി പരുവത്തിൽ കിട്ടണം. ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ കൂടി നമുക്ക് ആഡ് ചെയ്യണം. കൂടാണ്ട് നമ്മൾ തക്കാളി ഒന്നേ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എരിവുള്ള മുളകും പൊടിയാണ് ഞാൻ പിന്നെ ആയിക്ക് ഇട്ടിരിക്കുന്നത്, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊരു 1/2-3/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ടോളി. മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കാശ്മീരി ചില്ലിക്ക് പൊതുവെ ഒരു പച്ച ഫ്ലേവർ വരാണ്ട്, അത് മാറാനാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി, നാടൻ പുളി ആയതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചിട്ടിട്ടുള്ളൂ. നിങ്ങൾ എന്തൊരു തള്ളാണ് ഇപ്പം എന്നൊന്നും കരുതണ്ട കേട്ടോ. അപ്പം നമ്മൾ മസാല ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്ന് കുറുകി വരണം. അപ്പം തന്നെ നമ്മൾ ഓണത്തിനെടുക്കാണോ പുട്ടുകച്ചവടം അങ്ങനെയല്ല കേട്ടോ, ഇത് ബന്ധപ്പെട്ടൊരു സംഭവം തന്നെയാണ്. നമ്മൾ വായൻ്റെ ഇല വാട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതായിട്ട് ഇപ്പം എളുപ്പപ്പണി കാട്ടാണ് കേട്ടോ. ഇത് മസാല ആവലും വായൻ്റെ ഇല വാട്ടലും ഒപ്പാവുമല്ലോ വിചാരിച്ചിട്ട്, എന്നാൽ പിന്നെ വേറെ തീ കത്തിക്കാൻ നിൽക്കും വേണ്ട. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വായൻ്റെ ഇലൊക്കെ വാട്ടി സെറ്റായപ്പോഴേക്കും നമ്മുടെ മസാല ഇതേ ഇങ്ങനെ ക്രീമി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ മീൻ പൊള്ളിക്കേണ്ട ടെക്സ്ചർ. അപ്പം ഞാൻ ഭയങ്കര പ്രോമാക്സ് ഒന്നുമല്ല, ഞാൻ ആകെ ലൈഫിൽ 1-2 തവണ മാത്രമേ പൊള്ളിച്ചിട്ടുള്ളൂ. വഴറ്റിയെടുത്തിട്ടുള്ള വായൻ്റെ ഇലയിൽ സെൻട്രലായിട്ട് ആ മീനിൻ്റെ സൈസ് മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ഈ ഒരു മസാല ഇങ്ങനെ വിതറി പരത്തി കൊടുക്കുകയാണ്. അപ്പം മീനിൻ്റെ സൈസ് എപ്പോഴും മനസ്സിലുണ്ടാവണം, കാരണം ഏറിയാലും കുഴപ്പമില്ല, കുറയരുത് കേട്ടോ. മീൻ അതിലിങ്ങനെ കുളി തൊട്ട് കിടക്കണ പോലെ ഒരു ഫീൽ കിട്ടണം. അപ്പം നമ്മളതവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ മീൻ കൈ കൊണ്ടാണ്ട് എടുത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കണ്ടിട്ട് തന്നെ കൊതി വരുന്നില്ലേ, സംഭവം അടിപൊളിയാണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പെരുപ്പിക്കൊന്നും വേണ്ട. അതിനുശേഷം അതേപോലെ തന്നെ മേലെ കൂടി മസാല തേച്ചിട്ട് നമ്മൾ മടക്കി. ശരി, സംഭവം മറന്നു, എന്താണെന്ന് പറയാമോ, കറിവേപ്പില വെക്കാനാണ്. ഡെക്കറേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ 3-4 ഇല്ലി കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മൾ ആ പാൻ തന്നെ ചൂടാക്കാൻ കേട്ടോ. ആദ്യം മീൻ പൊരിച്ചിൻ്റെ പാനാണ് ഞാൻ നന്നാക്കി കൊടുന്നതാണ്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഇവിടെയും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ കെട്ടിട്ടൊന്നും കൊടുക്കണില്ല കേട്ടോ, കാരണം ഇത് വെന്ത് കിട്ടിയാൽ നമുക്ക് കഴിക്കാനുള്ള ത്വര കൂടുതലായതുകൊണ്ട് തന്നെ കെട്ടിട്ടാൽ അത് തുറന്നു തീർക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നന്നായിട്ട് ഇവിടുത്തെ ഒരു വേവ് എന്ന് പറയുന്നത് നമ്മൾ ഈ വായൻ്റെലൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നതാണ്, ചെറുതായിട്ട് പൊട്ടി ലീക്കായിട്ടൊക്കെ വരുന്നുണ്ട്, സാരമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങക്ക് ഓൾറെഡി പിടികിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമ്മളെ മീൻ പൊള്ളിച്ചത് സെറ്റായിക്കണു. ഇത് തുറക്കുമ്പോൾ ഉണ്ട് ഒരു മണം വരാൻ, അത് മാത്രം മതി ചോറുന്നാൻ, ആ മണം കൊണ്ട് നമുക്ക് ചോറുന്നാം കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത്, പേരറിയാത്ത മീനിൻ്റെ പൊള്ളിച്ചത്. ഈ ഒരു മസാലയ്ക്കും ഗ്രേവിക്കും അതേപോലെ ഫിഷിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വായൻ്റെ ഇലയിലൊക്കെ മൊരിഞ്ഞ് വന്ന ഒരു ടേസ്റ്റ്. ഇത് വേറെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. നല്ല മീൻ കിട്ടിട്ട് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അയിലാണെങ്കിലും നിങ്ങൾക്ക് പൊള്ളിച്ച് നോക്കാം കേട്ടോ. മത്തിയൊക്കെ ആകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്, കാരണം മുള്ളൊക്കെ കുറച്ച് ഓവറല്ലേ. അപ്പം അയില പോലത്തെ നല്ല മീറ്റുള്ള ഏത് ഇതാണെങ്കിലും നിങ്ങൾക്ക് പൊള്ളിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും മീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ പോയി ഉണ്ടാക്കി നോക്കിക്കോളി. പിന്നെ ഈ നാടൻ പുളി ഇട്ടുകൊടുത്ത് കൊടുമ്പുളി ഇടണോല് കൊടുമ്പുളി ഇട്ടോളി, പച്ചമാങ്ങ ഇടണോല് പച്ചമാങ്ങ ഇട്ടോളി, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഞങ്ങളിവിടെ നാടൻ പുളിയാണ് കേട്ടോ മീൻക്ക് അധികം യൂസ് ആക്കാറ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് പ്ലീസ് ദയവായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഒന്ന് ക്ലച്ച് പിടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ നക്കാത്തവരൊക്കെ വേഗം പോയി നക്കിക്കോളി. ഇനി എന്നും വീഡിയോസ് വരുന്നതാണ്, എന്നും ഇല്ലെങ്കിൽ ഒന്നരാളെങ്കിലും വരും കേട്ടോ. ഇപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയതാണ്. പിന്നെ ഈ വീഡിയോ
നിങ്ങൾ കണ്ടിട്ട് എന്തായാലും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവ് കമൻറ്റ്സൊക്കെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.